ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ടെഹ്റാന്റെയും മേഖലയിലെ മറ്റ് രാജ്യങ്ങളുടെയും അഭ്യർത്ഥന പ്രകാരമാണ് തീരുമാനം. പശ്ചിമേഷ്യയിലെ സഖ്യകക്ഷികൾ ചേർന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിന്റെ വ്യവസ്ഥകളിലേക്ക് എത്തിയതായും ട്രംപ് കൂട്ടിച്ചേർത്തു. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ പ്രതികരണം. ഇറാന്റെ അഭ്യർത്ഥന പ്രകാരം ലോകത്തിന്റെ ഭാവി നന്മയ്ക്കും അതിജീവനത്തിനും വേണ്ടി ആക്രമണം റദ്ദാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇസ്രയേലും അമേരിക്കയ്ക്കൊപ്പം ഈ പ്രതിബദ്ധതയിൽ ചേരുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ഇടനാഴിയായ ഹോർമൂസ് കടലിടുക്ക് ഉടനടി പൂർണ്ണമായും തുറന്നുകൊടുക്കുമെന്ന് ട്രംപ് അറിയിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത സൈനിക ശക്തിയോടെ ഇറാനിയൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ പോരാടാൻ തയ്യാറായി നിൽക്കുകയാണ് അമേരിക്ക. എങ്കിലും ഇറാനും മറ്റു മധ്യേഷ്യൻ രാജ്യങ്ങളും ഒരു കരാറിന് സമ്മതിച്ചാൽ ആക്രമണം മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്. ഈ കരാറിൽ ഹോർമൂസ് കടലിടുക്ക് ഉടനടി പൂർണ്ണമായും തുറന്നുകൊടുക്കുന്നതും ഇറാന്റെ ആണവ ഭീഷണിക്ക് അറുതി വരുത്തുന്നതും ഉൾപ്പെടുമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പ്രതികരിച്ചു. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതു മുതൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വ്യാപാരം ഇറാൻ തടസ്സപ്പെടുത്തിയിരുന്നു. ഇറാനെതിരെ കടുത്ത ആക്രമണമുണ്ടാകുമെന്ന് കഴിഞ്ഞ രാത്രി ട്രംപ് ക്യാബിനറ്റ് മീറ്റിംഗിൽ വ്യക്തമാക്കി. ഞങ്ങൾക്കത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ഇറാൻ പറയുന്നതുവരെ ആക്രമിക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നതിനിടെ ഇറാനെതിരെ അതിശക്തമായ ആക്രമണങ്ങൾ നടത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് US സൈന്യത്തിന് അനുമതി നൽകിയതായും കഴിഞ്ഞ ദിവസങ്ങളിൽ ചില റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇറാന്റെ ഊർജ്ജ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്ക് ട്രംപ് തയ്യാറെടുക്കുന്നതായും US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ സൈനിക നീക്കത്തിൽ ഇസ്രയേലും പങ്കാളികളാകാൻ സാധ്യതയുണ്ടെന്നായിരുന്നു വിവരങ്ങൾ. അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാന് നേരെ വളരെ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ട്രംപ് വ്യക്തമാക്കി. അമേരിക്കൻ സൈന്യത്തിന് നേരെ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്നും നയതന്ത്ര ചർച്ചകളുടെ സാധ്യതകൾക്കിടയിലും സൈനിക നടപടികൾ കൂടുതൽ ശക്തമാക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. എന്നാൽ ആക്രമണത്തിനുള്ള പ്രാഥമിക സൈനിക തയ്യാറെടുപ്പുകൾക്ക് ട്രംപ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും അന്തിമ അനുമതി ഇതുവരെയും നൽകിയിട്ടില്ലെന്നാണ് സൂചനകൾ. മേഖലയിലെ വൻ യുദ്ധസാധ്യത ഉണ്ടായാൽ വലിയ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് ക്യാബിനറ്റ് യോഗത്തിൽ ചില വൈറ്റ് ഹൌസ് ഉപദേശകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും വിവരങ്ങളുണ്ട്. ഇതിനിടെ US സെൻട്രൽ കമാൻഡിന്റെ നേതൃത്വത്തിൽ ഇറാനിലെ പ്രമുഖ സൈനിക മേഖലകളെയും ലക്ഷ്യങ്ങളെയും കേന്ദ്രീകരിച്ച് വീണ്ടും ശക്തമായ ബോംബാക്രമണങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് US ഇസ്രയേൽ സേനകൾ സംയുക്തമായി ആക്രമണങ്ങൾ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇറാനിലെ അടിസ്ഥാന ഊർജ്ജ സൗകര്യങ്ങളാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. US മുന്നോട്ട് വയ്ക്കുന്ന വെടിനിർത്തൽ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് പ്രധാന ലക്ഷ്യം. ആക്രമണങ്ങളും തിരിച്ചടികളും ശക്തമായതോടെ പേർഷ്യൻ ഉൾക്കടലിലും ഹോർമൂസ് കടലിടുക്കിലും ചരക്ക് ഗതാഗതവും എണ്ണ വിതരണവും തടസ്സപ്പെടാനുള്ള സാധ്യതയും വർദ്ധിച്ചു. ഇത് ആഗോള എണ്ണവിലയും വിപണിയെയും പ്രതികൂലമായി ബാധിക്കും. ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷം കൂടുതൽ ശക്തിപ്പെട്ടതോടെ പശ്ചിമേഷ്യൻ മേഖല വീണ്ടും വൻ യുദ്ധഭീതിയിലാണ്. പിന്നാലെ കുവൈത്തിലെ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒട്ടേറെ കെട്ടിടങ്ങൾ തകർന്നു. ഒരു സർക്കാർ കെട്ടിടം അടക്കമുള്ള പ്രധാന സൗകര്യങ്ങളെ ആക്രമണം ബാധിച്ചതായി അധികൃതർ വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്ക് വഴി കടന്നു പോകുകയായിരുന്ന 2 കപ്പലുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. ഒമാൻ തീരത്തിന് സമീപത്ത് വെച്ചാണ് ആക്രമണമുണ്ടായതെന്ന് ബ്രിട്ടീഷ് സൈന്യം അറിയിച്ചു. ഇതിൽ ഒരു കപ്പലിന്റെ എഞ്ചിൻ റൂമിന് കേടുപറ്റി. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷം വഷളാക്കുന്നത് US ആണെന്ന് ഇറാൻ സൈന്യവും ആരോപിച്ചു. മേഖലയിലെ രാജ്യങ്ങളുടെ US-നെ സഹായിക്കരുതെന്നും ആവശ്യപ്പെട്ടു. അമേരിക്കയ്ക്ക് പ്രതിരോധ കവചമായി പ്രവർത്തിക്കുന്ന ഏതൊരു രാജ്യവും യുദ്ധത്തിന്റെ തീജ്വാലകളാൽ വിഴുങ്ങപ്പെടുമെന്ന് ഇറാന്റെ മിലിറ്ററി സെൻട്രൽ കമാൻഡ് അലി അബ്ദുള്ളഹി വ്യക്തമാക്കി. ഫെബ്രുവരി 28-ന് US-ഉം ഇസ്രായേലും ഇറാനിൽ സംയുക്താക്രമണം നടത്തിയതോടെയാണ് യുദ്ധം തുടങ്ങുന്നത്. കഴിഞ്ഞ മാസം പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ഇരു രാജ്യവും ഇടക്കാല ധാരണാപത്രത്തിൽ ഒപ്പിട്ടതോടെ യുദ്ധത്തിന് താൽക്കാലിക ശമനമുണ്ടായെങ്കിലും അധികം വൈകാതെ ആക്രമണങ്ങൾ പുനരാരംഭിക്കുകയായിരുന്നു. സംഘർഷം രൂക്ഷമാകുന്നതിനിടെ US പൗരന്മാർ എത്രയും വേഗം പശ്ചിമേഷ്യ വിടുകയോ സംഘർഷം കടുത്താൽ വേഗത്തിൽ മാറിപ്പോകാൻ തയ്യാറെടുക്കുകയോ ചെയ്യണമെന്ന് വിവിധ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ US എംബസികളും ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.